റബീഉൽ അവ്വൽ എന്ന അറബി മാസം നമ്മളിലേക്ക് വരാനിരിക്കുകയാണ്. ആ ഒരു മാസത്തോടൊപ്പം ഒട്ടനവധി ആചാരങ്ങളും അനാചാരങ്ങളും അതിന്റെ കൂടെ മുസ്ലിം സമൂഹത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടാറുണ്ട്. 1400 വർഷങ്ങൾക്ക് മുൻപ് അഷ്റഫുൽ ഖൽക്കായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കൊണ്ട് മദീനയും മക്കയും കരഞ്ഞ മാസമാണ് റബീഉൽ അവ്വൽ എന്ന മാസം. പക്ഷേ ആ മാസം വ്യത്യസ്തമായ ആരാധനകളെ കൊണ്ടും തുടർന്നങ്ങോട്ട് 300 കൊല്ലം ഇസ്ലാമിക ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത പല അനുഷ്ഠാനങ്ങളെ കൊണ്ടും മുസ്ലിം സമൂഹത്തിലുള്ള പല ആളുകളും ആ മാസത്തെ ആഘോഷിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ആ അനാചാരങ്ങൾ എന്തൊക്കെ, അതും ഇസ്ലാമും തമ്മിൽ ബന്ധമുണ്ടോ എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാം. സത്യത്തിൽ ആരായിരുന്നു പ്രവാചകൻ? ആ പ്രവാചകനെ നിയോഗിക്കുന്ന അല്ലാഹു തആല നിയോഗിക്കപ്പെടുന്ന മുർസലീങ്ങളെ പറ്റി വിശദീകരിച്ച കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരിചയപ്പെടുത്തിയത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, അല്ലാഹുവാണ് നിങ്ങളിലുള്ള ഒരു നിരക്ഷരനായ, എഴുത്തോ വായനയോ സാഹിത്യപരമായ ഏതെങ്കിലും ഉന്നതമായ വാക്ചാതുര്യമോ ആ കാലഘട്ടത്തിലുള്ള ആളുകളെപ്പോലെ കൺകെട്ട് വിദ്യയോ ഇതൊന്നും അറിയാത്ത നിരക്ഷരനായൊരു പ്രവാചകനെ, നിങ്ങളിലുള്ള ഒരു പ്രവാചകനെ അല്ലാഹു തആല തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനാണ് അല്ലാഹു തആല ഒരു നിരക്ഷരനായ പ്രവാചകനെ തെരഞ്ഞെടുക്കാനുള്ള കാരണം? അല്ലാഹു പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ ആ പ്രവാചകൻ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോ ഒരു കാരണവശാലും ജനത പറയാൻ പാടില്ല ഇതൊക്കെ മുഹമ്മദിന്റെ വാക്ക. കാരണം മുഹമ്മദ് നല്ല പണ്ഡിതനാ, മുഹമ്മദ് അത്യാവശ്യം കഴിവും എഴുത്തുമൊക്കെയുള്ള, മറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും കൺകെട്ടിനെക്കുറിച്ചുമൊക്കെ വിദ്യയുള്ള നല്ല അവഗാഹമുള്ള വ്യക്തിയാണെന്ന് ജനങ്ങൾ പറഞ്ഞ് അള്ളാഹുവിന്റെ വാക്കുകൾ ജനങ്ങൾ തിരസ്കരിക്കാതിരിക്കാൻ ഉമ്മീന റസൂലൻ മിൻഹും, അവരിൽ തന്നെയുള്ള എഴുത്തും വായനയും അറിയാത്തൊരു നിരക്ഷരനായ പ്രവാചകനെ അല്ലാഹു തആല തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? യത്ലു അലൈഹിം ആയാത്തിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ആ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, വയുസക്കീഹിം, എന്നിട്ടവരെ സംസ്കരിക്കാൻ, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, റബ്ബ് അവതരിപ്പിച്ചു കൊടുക്കുന്ന തത്വജ്ഞാനവും ഹിക്മത്തുമൊക്കെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരുടെ ജീവിതത്തിന്റെ കൃത്യമായ രീതി, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതി അവർക്ക് അറിയിച്ചു കൊടുക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തയച്ചവനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ. എന്നിട്ട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു, വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, കാരണം ആ ജനതയിൽപ്പെട്ട പലരും വഴികേടിലായിരുന്നു ജീവിച്ചിരുന്നത്. വഴി തെറ്റിപ്പോയ ഒരു ജനതയ്ക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ അള്ളാഹുവിന്റെ അരികിൽ നിന്നും റബ്ബ് നിശ്ചയിച്ചവരാണ് പ്രവാചകന്മാർ. ആ പ്രവാചകനിലെ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബായ നബിത്തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വലിലാണ് എന്നതിന് ഇസ്ലാമിക ലോകത്ത് പ്രബലമായ യാതൊരു തെളിവുമില്ല. പക്ഷേ അള്ളാന്റെ ഹബീബായ നബിത്തങ്ങൾ വഫാത്തായത് റബീഉൽ അവ്വൽ 12 എന്നുള്ളത് ഇസ്ലാമിക ലോകത്തെ പല ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് ആ ജന്മദിനം ഇന്ന ദിവസമാണ് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു ഹദീസ് ഗ്രന്ഥങ്ങളും ഒരു സ്വഹീഹായ ഹദീസുകളും ഇസ്ലാമിക ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. വഫാത്തിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ മുൻകാലഘട്ടത്തിലുള്ള ചരിത്രമൊക്കെ പരിശോധിച്ചു നോക്കുമ്പോ റബീഉൽ അവ്വൽ എന്ന മാസത്തെ പറ്റിയൊക്കെ എവിടെയൊക്കെ പരാമർശിച്ചിട്ടുണ്ടോ
അവിടെയൊക്കെ രേഖപ്പെടുത്തപ്പെട്ടത് മക്കയും മദീനയും കരഞ്ഞ ദിവസം, ഹബീബായ നബിത്തങ്ങൾ വഫാത്തായ ദിവസം എന്നാണ് ആ മാസത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ സാമൂഹികാന്തരീക്ഷത്തിൽ ആ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി കൊടുത്ത പല വാക്യങ്ങളും, ആ വാക്യങ്ങളെക്കുറിച്ച് പലരും ആക്ഷേപിക്കാറുണ്ട്. മുഹമ്മദ് പഠിപ്പിച്ചത് 6-ാം നൂറ്റാണ്ടുകാർക്ക് മാത്രമുള്ളതാണ്. ഒരു പർദ്ദ ധരിക്കുന്ന പെൺകുട്ടിയെ കണ്ടാൽ ആളുകൾ ആക്ഷേപിക്കും, ഇത് മുഹമ്മദിന്റെ മദ്രസ പട്ടന്മാര് 6-ാം നൂറ്റാണ്ടിലേക്ക് പഠിപ്പിച്ചതാ. സുന്നത്ത് കർമ്മം തുടങ്ങി എന്തിനേറെ മനുഷ്യന്റെ വിസർജ്യ കാര്യങ്ങളെക്കുറിച്ച് പോലും സംസാരിക്കുമ്പോ അവിടെ വെള്ളം ഉപയോഗിക്കണം, വെള്ളം കിട്ടാത്തവര് കല്ലെടുക്കണം, വെള്ളം ലഭിക്കാത്തവര് തയമം ചെയ്യണം, ഇത്യാദി ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും പരിചയപ്പെടുത്തുമ്പോ പലരും ഇസ്ലാമിനെ ആക്ഷേപിക്കും. മുഹമ്മദ് നബിയുടെ ചരിത്രം 6-ാം നൂറ്റാണ്ടുകാർക്ക് മാത്രമുള്ളതാ. ആ ചരിത്രത്തിൽ നിന്ന് ഇന്നത്തെ ജനതയ്ക്ക്, ആധുനിക ജനതയ്ക്ക് യാതൊരുവിധ ചര്യയുമില്ല, ഒരു മാതൃകയുമില്ല എന്നാക്ഷേപിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷേ ഇസ്ലാമിക ചരിത്രം കൃത്യമായി ബോധ്യപ്പെട്ടാൽ, കൃത്യമായി അത് പഠിക്കാൻ തയ്യാറായാൽ, ഈ ലോകത്ത് മനുഷ്യരാശി എന്നൊക്കെയുണ്ടോ ഏത് കാലഘട്ടത്തിലേക്കുമുള്ള മാതൃകയാണ് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം. പ്രത്യേകിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടം ഏറെ സ്വാധീനം ചെലുത്തുന്ന ചരിത്രങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും ഈ ജനതയ്ക്ക് ഇന്ന് ബോധ്യപ്പെടുത്താനും അവർക്ക് തിരിച്ചറിയാനുമുള്ള ചരിത്രങ്ങൾ. ഇന്ന് നമ്മൾക്കറിയാം, എല്ലാ രംഗത്തും ഇന്ന് മനുഷ്യൻ ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസരംഗം അങ്ങേയറ്റം ജീർണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അന്ധവിശ്വാസങ്ങൾ പെരുകുന്നു, അനാചാരങ്ങൾ കൂടുന്നു. ഓരോരുത്തരും മതത്തിന്റെ വക്താക്കളായി വേഷം കെട്ടി ഈ സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. മരിച്ച പിതാവിന്റെ മയ്യത്ത് 3 മാസം കാത്തുവച്ചത് ഈ കേരളക്കരയില ആത്മാവ് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആഭിചാരികങ്ങൾ ചെയ്ത് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ ഓരോരുത്തരെയായി കഴുത്തറുത്തു കൊന്നതും ഈ കേരളക്കരയില. എന്തിനേറെ അപസ്മാരം ബാധിച്ച പെൺകുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതെ മന്ത്രി ചോദിക്കൊടുത്ത ഏലസും കെട്ടി സ്വന്തം മടിയിൽ കിടന്ന് ആ പെൺകുട്ടി മരിക്കുന്നത് നോക്കി നിന്ന മലയാളികളും ഈ കേരളക്കരയിലുള്ളവരാ. ഇന്ന് ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, അനാചാരങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറുഭാഗത്തോ ജാതീയതയും വർഗവെറിയും വർണ്ണവെറിയും ഈ ഇന്ത്യ മഹാരാജ്യത്ത് പോലും ഏറെ ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കൊള്ളയും കൊലയും കൊലപാതകങ്ങളും പിടിച്ചുപറിയും ഈ സമൂഹത്തിന്റെ സ്വൈര്യം കെടുത്തിയിട്ടുണ്ട്. അതിനേക്കാളേറെ സ്ത്രീ പീഡനങ്ങൾ, അത് മാത്രമല്ല പുരുഷ പീഡനങ്ങൾ, രണ്ടും കൊണ്ട് തകരുന്ന കുടുംബ ബന്ധങ്ങൾ, തമ്മിലടിക്കുന്ന ബന്ധങ്ങൾ, സാമൂഹിക അന്തരീക്ഷം പോലും ഏറെ കലുഷിതമായി മാറിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തിക രംഗത്തുള്ള ചൂഷണം ഇന്ന് വലിയൊരു നീരാളിയായി പിടിമുറുക്കാൻ തുടങ്ങി. ആരെ കൊന്നിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കണം, അതേത് കൊള്ളരുതാത്ത രീതിയാണെങ്കിലും ഏത് തോന്നിവാസത്തിലൂടെയാണെങ്കിലും പണമുണ്ടാക്കണം. ഇങ്ങനെ എല്ലാ രംഗവും ഇന്നേറെ മലിനമായി കൊണ്ടിരിക്കുമ്പോ 1400 വർഷങ്ങൾക്ക് മുൻപ് അള്ളാന്റെ ഹബീബ് കാണിച്ച മാതൃക ഇന്ന് ഈ ജനതയിൽ നടപ്പിലാക്കുകയാണെങ്കിൽ 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഈ രാജ്യത്തെ, ഈ ലോകത്തെ ഇത്തരത്തിലുള്ള അക്രമത്തിൽ നിന്നും ചൂഷണത്തിൽ നിന്നും മലിനതയിൽ നിന്നും രക്ഷപ്പെടുത്തപ്പെടണമെങ്കിൽ ഇസ്ലാം മുൻപോട്ട് വെച്ച ചരിത്രമല്ലാതെ മറ്റൊരു ചരിത്രവും ഇന്ന് ലോകത്ത് തെരഞ്ഞെടുക്കാൻ സാധിക്കുകയില്ല. കാരണം എല്ലാ പ്രശ്നത്തിന്റെയും കാരണം അറിവില്ലായ്മയാ, അജ്ഞതയാ, അന്ധമായ അനുകരണമാണ് ഒരു ഭാഗത്ത്. ഓരോരുത്തരും എന്ത് ചിന്തിക്കുന്നോ ആ ചിന്തകൾക്കനുസരിച്ച് അനുകരിച്ചു പോകുന്നവർ. വേറൊരു കൂട്ടരാവട്ടെ പാരമ്പര്യ വിശ്വാസികൾ. വാപ്പ അങ്ങനെ ചെയ്തു, കാക്ക കാരണന്മാർ ഇങ്ങനെ ചെയ്തു, അവരൊക്കെ ഉള്ള കാലത്തെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ പാരമ്പര്യ വിശ്വാസവും അന്ധമായ അനുകരണവുമാണ് ഇന്ന് സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആ പ്രശ്നങ്ങളെല്ലാം ഈ സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കണമെങ്കിൽ അള്ളാന്റെ ഹബീബ് ആദ്യത്തെ വചനത്തിലൂടെ റബ്ബിന്റെ വാക്ക് പഠിപ്പിച്ചു, ഇഖ്റ, നിങ്ങൾ വായിക്കണം. ഏത് ജനതയെയും രക്ഷപ്പെടുത്തണമെങ്കിൽ തലച്ചോറ് മറ്റൊരാൾക്ക് മുൻപിൽ പണയപ്പെടുത്താൻ പാടില്ല. പഠിക്കണം, അറിവ് നേടണം. ഏത് മനുഷ്യന്റെയും വെളിച്ചം
അറിവാണെന്ന് ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇന്ന് ശത്രുക്കൾ ചിലർ ആരോപിക്കുന്നത് പോലെ മദ്രസയിലേ പോകാവൂ, കുട്ടികളെ മദ്രസയിലെ പഠിപ്പിക്കാവൂ, സ്കൂളിലേക്കൊന്നും വിടാൻ പാടില്ല എന്നൊരിക്കലും ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചിട്ടില്ല. അള്ളാന്റെ തിരുദൂതൻ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയത്, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് സൂചിപ്പിച്ചത്, നിങ്ങൾ ആകാശത്ത് നോക്കുന്നില്ലേ, വാനലോകത്തെക്കുറിച്ച് പഠിക്കാൻ. നിങ്ങൾ ശരീരത്തെക്കുറിച്ച് പഠിക്കുന്നില്ലേ, ബയോളജിക്കലായിട്ട് പഠിക്കാൻ. വാനലോകത്തുള്ള സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെ പറ്റി പഠിക്കുന്നില്ലേ, ആ ലോകത്തെക്കുറിച്ച് പഠിക്കാൻ. ഇന്ന് മനുഷ്യൻ പഠിക്കുന്ന സയൻസ്, ബയോളജി, കെമിസ്ട്രി എന്ന് വേണ്ട മനുഷ്യന്റെ ജീവിതത്തിലെ ഏതേതറിവുകളെ കുറിച്ചും അറിയാനും പഠിക്കാനും ഭൗതിക വിദ്യാഭ്യാസം നേടാനും എക്കാലഘട്ടത്തിലും ഇസ്ലാം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഖുർആൻ മാത്രമേ പഠിക്കാവൂ, ദർസിലെ പോകാവൂ, അത് വിട്ടിട്ടൊരു പരിപാടിക്ക് പോകരുത് എന്നൊന്നുമല്ല ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചത്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, ഏതറിവ് നീ നേടുന്നുണ്ടെങ്കിലും ആ അറിവ് തന്ന റബ്ബിനോട് നിനക്ക് തിരിച്ചറിവുണ്ടാകണം. ആ തിരിച്ചറിവില്ലായ്മയാണ് ഇന്ന് MBBS കാരൻ കൺമുൻപിൽ വരുന്ന സാധുക്കളോട് കൈക്കൂലി വാങ്ങാനുള്ള കാരണം. ആ തിരിച്ചറിവില്ലായ്മയാണ് മനുഷ്യന്റെ M.Tech എടുത്തിട്ടും കമ്പിയിലും സിമന്റിലും അവൻ കള്ളത്തരം കാണിക്കാനുള്ള കാരണം. അവിടെയാ ഇസ്ലാമിന്റെ തിരുദൂതൻ പഠിപ്പിച്ചത്, മൻ സലക തുരീകൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു തുരീകൻ ഇലൽ ജന്ന. നിങ്ങൾ ഏതറിവ് നേടിയാലും ആ അറിവ് നിങ്ങളെ സ്വർഗത്തിലെത്തിക്കണം. സ്വർഗത്തിലെത്തിക്കാനുള്ള ഒരു മാറ്റം ആ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. അതിനെന്തു വേണം? ആ അറിവുകൾ എന്നും നിങ്ങൾ തേടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടാ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ തൊട്ടുമുൻപ് ഇസ്ലാം സ്വീകരിക്കുന്നത്. വാർദ്ധക്യത്തിലെത്തി സ്വന്തം മക്കളുടെ തോളിലെടുത്തിട്ടാണ് അദ്ദേഹത്തെ തിരുദൂതന്റെ മുൻപിലേക്ക് കൊണ്ടുവന്നതും. ഇസ്ലാം സ്വീകരിച്ച് തിരിഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ മക്കളുടെ തോളിൽ കയറുന്ന ആ പിതാവിനോട് അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി കൊടുത്തതൊരു വാക്യമാ, ഏകദേശം മരിക്കാനൊക്കെ സമയമായല്ലോ, അതുകൊണ്ട് ഇനി വലിയ ദീനൊന്നും അറിവൊന്നും നേടണമെന്നില്ല, ഉള്ള അറിവായിട്ട് അങ്ങ് ജീവിച്ചാൽ മതിയെന്നല്ല. അബൂബക്കർ സിദ്ദീഖിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂബക്കർ, പിതാവിനോട് പഠിക്കാൻ പറയണം, പിതാവിനോട് ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കാൻ പറയണം, ജീവിതത്തെ പറ്റി അറിയാൻ പറയണം. അതുകൊണ്ടാ ത്വലബൽ ഇൽമു ഫരീളത്തുൻ, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, മനുഷ്യന്റെ മൂല്യച്യുതിക്കുള്ള കാരണം, സമൂഹം തകരാനുള്ള കാരണം, കുടുംബ ബന്ധം തകരാനുള്ള കാരണം ഒരൊറ്റ കാരണമേയുള്ളൂ, അറിവില്ലായ്മ, അജ്ഞത, അന്ധമായ അനുകരണം, പാരമ്പര്യ വിശ്വാസം. ആ വിശ്വാസത്തിൽ ഇന്ന് മനുഷ്യനേറെ ചൂഷണം ചെയ്യപ്പെടുന്നത് അവന്റെ മതത്തിന്റെ പേരിൽ തന്നെയാ. മതത്തിന്റെ പേരിൽ ആളുകൾ സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കി. പലരും ഇസ്ലാമിനെ ചുണ്ടിയിട്ട് ചോദിക്കാറുണ്ട്, മുഹമ്മദ് നബി വരുത്തിയ ഒരു പരിവർത്തനം എന്ത് എന്ന ആക്ഷേപത്തോടെ ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിമീങ്ങൾ പോലും ചോദിക്കാറുണ്ട്. എങ്കിൽ ചിന്തിച്ചു നോക്കൂ, ഇന്ന് ഇസ്ലാം അല്ലാത്ത അമുസ്ലിമീങ്ങൾക്കിടയിൽ ഇന്ന് ജാതീയതയുണ്ട്, വേർതിരിവുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിറങ്ങുന്ന ഓരോ പത്രത്താളുകളിലും ജാതീയതയുടെ പേരിലുള്ള കൊലപാതകങ്ങളെയുള്ളൂ. അല്ലേ? മനുഷ്യൻ ബന്ധം സ്ഥാപിച്ചതിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ ചാണകം തളിച്ച അവസ്ഥ പോലും ഈ കേരളക്കരയിൽ ഉണ്ടാകുമ്പോ ജാതീയതയും വർഗവെറിയും വർണ്ണവെറിയും ഇന്ത്യയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ, അതിന്റെ പേരിലുള്ള പീഡനങ്ങൾ ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്തിനേറെ ചില ആരാധനാലയങ്ങളിൽ പോലും ചില വിഭാഗങ്ങൾക്ക് കയറാൻ പാടില്ല. മുസ്ലിം സഹോദരങ്ങൾക്കല്ല, ഇന്ന ആള് ഇന്ന ആരാധനയിൽ കയറാൻ പാടില്ല, ഇന്ന അമ്പലത്തിൽ കയറാൻ പാടില്ല. കാരണം അത് ഇന്ന ക്ഷേത്രമാ, ഇത് അവരുടെ ക്ഷേത്രമാ, അവരിവിടെ കയറരുത്, ഇവരവിടെ കയറരുത്, അവൻ ഇവിടെ കല്യാണം കഴിക്കരുത് എന്നൊക്കെയുള്ള വർഗവെറിയും ജാതീയതയും മതത്തിന്റെ പേരിൽ ആളുകൾ പടച്ചുവിടുമ്പോ ആ വർഗവെറിയോ വർണ്ണവെറിയോ ഇല്ലാതെ കറുത്ത ബിലാലിനെയും വെളുത്ത അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെയും ഒരുപോലെ സ്നേഹിച്ച് ഒരേ തോളത്ത് കൈയിട്ട് മദീന പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ മനുഷ്യരോട് സമത്വത്തിന്റെയും ദൈവത്തിന്റെ മുൻപിൽ തുല്യരാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു ചരിത്രമായിരുന്നു അള്ളാന്റെ ഹബീബായ നബി തങ്ങളുടെ ചരിത്രം. അവിടെയാ റസൂൽ ഓതിക്കൊടുത്തതും കുല്ലുക്കും ലി ആദം, നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാ. ആദമാവട്ടെ മിൻ തുറാബ്, മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവനുമാ. മറ്റൊരായത്തിലൂടെ അല്ലാഹു തആല തിരുതുന്നിലൂടെ കേൾപ്പിച്ചു,
യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, കറുത്തവനും വെളുത്തവനാണെങ്കിലും ധനാഢ്യനും ദരിദ്രനാണെങ്കിലും പാമരനും പുരോഹിതനാണെങ്കിലും തീർച്ചയായും നിങ്ങളൊക്കെ ഒരു ഉമ്മാക്കും വാപ്പാക്കും ഉണ്ടായവരാ. വെളുത്തവന് രണ്ടുമ്മ ഇല്ല, കറുത്തവർക്ക് രണ്ട് വാപ്പ ഇല്ല, അല്ലെങ്കിൽ വെളുത്തവർക്ക് ഒരു ഉമ്മ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേർതിരിവ്, പണക്കാരന് രണ്ട് വാപ്പ എന്ന അർത്ഥത്തിലല്ല. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മതി, ഏതൊരു മനുഷ്യനും, അത് കറുത്ത ബിലാലിനും വെളുത്ത അബ്ദുറഹ്മാനാണെങ്കിലും ഒരു വാപ്പാക്കും ഉമ്മാക്കും ഉണ്ടായവര് തന്നെയാ. പിന്നെന്തിനാ റബ്ബ് നിങ്ങളെ വ്യത്യസ്ത ഗോത്രത്തിലും കുടുംബത്തിലും വ്യത്യസ്ത രീതിയിലൊക്കെ വളർത്താനുള്ള കാരണം? മിൻ ദക്കരിൻ വ ഉൻസ, അല്ലാഹു അങ്ങനെ സൃഷ്ടിച്ചതിനു ശേഷം വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതഅറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അങ്ങനെ വേർതിരിച്ച് അല്ലാഹു ഓരോ ഭാഗത്ത് ഓരോരുത്തരെയായി വളർത്തിയത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറുന്നത് എന്ന് അള്ളാഹുവിന് വീക്ഷിക്കാൻ വേണ്ടി. പലർക്കും നിറമേയുണ്ടാകൂ, സ്വഭാവം ഉണ്ടാവൂല. ചിലർക്ക് കളറേയുണ്ടാകൂ, സ്വഭാവം ഉണ്ടാവൂല. ചിലർക്ക് തറവാടയുണ്ടാകൂ, സ്വഭാവം ഉണ്ടാവൂല. ചിലർക്ക് പദവിയേയുണ്ടാവൂ, സ്വഭാവം ഉണ്ടാവൂല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വലിയ തറവാട്ടുകാരനെ, നല്ല കളറുള്ളവനെ അല്ല, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നന്മ പ്രവർത്തിച്ച് ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്നവരെയാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാന്റെ തിരുദൂതനെ തൊട്ട് മുഹമ്മദ് നബിയെ തൊട്ട് ആവേശത്തോടെ നമുക്ക് പറയാൻ പറ്റും, റസൂലുള്ള പഠിപ്പിച്ച മതത്തിൽ ജാതീയതയില്ല, വർഗവെറിയില്ല, വർണ്ണവെറിയില്ല. ഒരു പള്ളിയിൽ കയറിയാൽ പോലും തൊട്ടു മുൻപിലിരിക്കുന്ന ഒരു തൂപ്പുകാരന്റെ കറുത്ത കാലിന്റെ താഴെയായിരിക്കും ഒരു പക്ഷേ ധനാഢ്യനായ മറ്റൊരുത്തന്റെ നെറ്റി പതിയുന്ന സ്ഥാനമെങ്കിൽ ആ തിരിച്ചറിവ് ഈ ലോകത്തിന് കൊടുത്ത ഇസ്ലാം പറയുന്നു, കുല്ലുക്കും ലി ആദം, നമ്മളൊക്കെ ഒരു സൃഷ്ടാവിന്റെ സൃഷ്ടികളാ, നമ്മളൊക്കെ ആദമിന്റെ മക്കളാ. നമുക്കൊരു ദൈവമേയുള്ളൂ, നമുക്കൊരു അല്ലാഹുവേയുള്ളൂ. അല്ലാഹു എന്ന് അറബി പറയുന്നു, ഈശ്വരൻ എന്ന് സംസ്കൃതത്തിലേക്ക് രേഖപ്പെടുത്തുന്നു, കർത്താവെന്ന് ക്രിസ്തീയര് പറയുന്നു. മൂന്നാണെങ്കിലും ഒരൊറ്റ ദൈവം, എല്ലാം കാണുന്നൊരു ദൈവം, എല്ലാം അറിയുന്നൊരു റബ്ബ്. ആ റബ്ബിലേക്ക് നിങ്ങൾ മനസ്സ് ചേർത്താൽ അവിടെ ജാതീയതയില്ല, അവിടെ വർഗവെറി ഉണ്ടാവില്ല, അവിടെ മതത്തിന്റെ പേരിൽ ചൂഷണങ്ങൾ ഉണ്ടാവുകയില്ല. ജാതീയതയും വർഗവെറിയും ഉള്ളതുപോലെ തന്നെ ഈ മതത്തെ കേരളത്തിലുള്ള ചില ആളുകൾ വീണ്ടും ചൂഷണം ചെയ്യാൻ തുടങ്ങി. ജാറങ്ങളും മക്ബറുകളും കെട്ടി പള്ളിയിലേക്ക് ചേർത്തു, പള്ളിക്ക് വരുമാനമുണ്ടാക്കാൻ തുടങ്ങി. എന്തിന്? ലക്ഷ്യം ഒന്നു മാത്രം, പൈസ ഉണ്ടാക്കണം, പണമുണ്ടാക്കണം. ആവർത്തിച്ച് റബ്ബർമപ്പെടുത്തി, വഅന്നൽ മസാജിദ ലില്ലാ, പള്ളി പടച്ചോനുള്ളതാ, അവിടെ നിങ്ങൾ നെറ്റിത്തടം ചേർത്ത് വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. മറ്റൊരു ഭാഗത്ത് കെട്ടുകഥകൾ ഉണ്ടാക്കി ജാറങ്ങൾക്ക് പൊലിമ കൂട്ടാൻ തുടങ്ങി. റബ്ബിനേക്കാളും വലിയ കെട്ടുകഥക്കാരിറങ്ങി. മുദബ്ബിറുൽ ആലമാര, അങ്ങ് മണ്ണിന്റെ അടി കിടക്കുന്ന മടവൂരുകാരൻ. ആരാ മക്കളെ തരുന്നത്? മമ്പറത്തെ തങ്ങള്. ഇത്തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾ കൊടുത്ത് മതത്തെ ആളുകൾ സ്വയം ചൂഷണത്തിന് വിധേയമാക്കിയപ്പോ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ റസൂലുള്ളയിലൂടെ പഠിപ്പിച്ചു, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. റസൂലേ, ഞാൻ എവിടെ എന്ന് അവരോട് ചോദിച്ചാൽ ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ടെന്ന് പറയണം. അള്ളാഹുവിനെ തെരഞ്ഞ് ഒരിക്കലും ഒരു കബറിടത്തിലേക്ക് പോകരുതെന്ന് പറയണം. റബ്ബിനെ തെരഞ്ഞ് ഒരു മരത്തിനെയും കെട്ടിപ്പുണരാൻ പോകരുതെന്ന് പറയണം. റബ്ബിനെ തെരഞ്ഞ് മറ്റേതെങ്കിലും മക്ബറുകളിലേക്ക് പോകരുതെന്ന് പറയണം. ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട്. ഏത് ഘട്ടത്തിലും എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ടെന്ന ബോധമുണ്ടാക്കേണ്ടതിന് പകരം ആ റബ്ബിലേക്ക് എത്തണമെങ്കിൽ ജാറം വഴി പോണം, മക്ബറ വഴി പോണം, ഔലിയാക്കന്മാര് വഴി പോണം എന്നൊക്കെ പറഞ്ഞും ചില ആളുകൾ ചൂഷണം ചെയ്തു. ആ ചൂഷണമാണ് ഇന്ന് ജാറത്തിന്റെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്നതും. രണ്ടാണെങ്കിലും അള്ളാന്റെ ഹബീബായ നബിത്തങ്ങൾ പഠിപ്പിക്കാത്തതാ. അതിന്റെ പേരിലാ മുസ്ലിം സമൂഹം ഭിന്നിച്ചത്. റസൂലുള്ള ചെയ്യാത്തത് ചെയ്യുമ്പോ നല്ലതല്ലേ എന്ന കാരണത്തിന്റെ പേരിൽ മുസ്ലിം സമൂഹം ഭിന്നിക്കാൻ തുടങ്ങി. ആ ഭിന്നിപ്പ് മാറണമെങ്കിൽ ഒരൊറ്റ ഒരു മാതൃകയുള്ളൂ. ഹബീബായ നബിത്തങ്ങൾ എന്ത് പഠിപ്പിച്ചോ അത് മതി. കാരണം ആ പ്രജയേക്കാൾ, ആ അടിമയേക്കാൾ അള്ളാഹുവിനെ സ്നേഹിച്ച, റബ്ബുമായി സംസാരിച്ച മറ്റൊരു പ്രവാചകൻ ഇല്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാർഗത്തിലൂടെ മുൻപോട്ട് പോകാൻ സാധിക്കണം.
അതാണ് റബിയുൽ അവ്വലിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠം. ആ തിരിച്ചറിവാണ് പ്രവാചക സ്നേഹം. ആ സ്നേഹത്തിന് ജീവിതത്തിലും പ്രസക്തിയുള്ളൂ, സമൂഹത്തിനും മാതൃകയുള്ളൂ. അല്ലാതെ തോരണങ്ങൾ തൂക്കിയും മൂക്കുമുട്ട ഉച്ചഭാഷിണികൾ പ്രകമ്പനം കൊള്ളിച്ചും മൂക്കുമുട്ട ഭക്ഷണം കഴിച്ചും 10,000ങ്ങളുടെ ബൾബുകൾ കത്തിച്ചും ആളുകൾക്കിടയിൽ അലോസരങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ അള്ളാന്റെ തിരുദൂതൻ പഠിപ്പിച്ച ജാതീയതയില്ലാത്ത, വർഗവെറിയില്ലാത്ത, മനുഷ്യന് പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ആ മാതൃകയിൽ നിന്ന് ഹബീബായ നബി തങ്ങളോട് ചേർന്ന് നിൽക്കാൻ സാധിക്കണം. അതിനേ വിജയമുണ്ടാകൂ. അതാണ് പ്രവാചക മാതൃകയും. ആ തിരിച്ചറിവാണ് ഈ ഒരു മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ മാറ്റം. അങ്ങനെ സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രവാചക ചരിത്രത്തെയായിരിക്കണം ഈ സമൂഹത്തിന് നമ്മൾ അവതരിപ്പിക്കേണ്ടതും കാണിച്ചു കൊടുക്കേണ്ടതും. അങ്ങനെ ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെയുള്ള മറ്റൊരു ആരോപണമാണ് മുഹമ്മദ് നബി പഠിപ്പിച്ച മതം അസഹിഷ്ണുതയുടെ മതമാണ്, ഇസ്ലാം മാത്രമേ ശരിയുള്ളൂ, അല്ലാത്തവരോടൊക്കെ ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറണം, അതുകൊണ്ട് തന്നെയാണ് മുസ്ലിമീങ്ങളിൽ പലരും അങ്ങനെയാവാനുള്ള കാരണം എന്ന ഒരു ആരോപണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ ശത്രുക്കൾ ഉന്നയിക്കാറുണ്ട്. ഒരുപക്ഷെ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രം ബോധ്യപ്പെടാത്ത, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലിരുന്ന് മുസ്ലിം പേരുകൾ വെച്ച് ഫാസിസക്കാരന് വേണ്ടി പണിയെടുക്കുന്ന ചില ആളുകളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ചില മുസ്ലിം വിരോധികളും മുസ്ലിം സമൂഹത്തിലെ നിരീശ്വരവാദികളും അവരുടെ ഇസ്ലാമിനെ ചർച്ച ചെയ്യാറുള്ളത്. ആ സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെ കുറ്റം പറയുന്നവരുടെ യോഗ്യത എന്താ? വിവാഹം കഴിച്ചു, പെണ്ണ് തൊലാക്ക് ചോദിച്ചു വാങ്ങിച്ചു, അതോടുകൂടി ഇസ്ലാമിനോട് വെറുപ്പ്. ഇങ്ങനെയുള്ള ദുനിയാവിന്റെ കാര്യങ്ങളുടെ പേരിൽ ഒരു മൈക്കും കെട്ടി വാട്സപ്പ് യൂണിവേഴ്സിറ്റി നടത്തുന്നവരുടേതല്ല ഇസ്ലാം. മറിച്ച് അള്ളാഹുവിന്റെ തിരുദൂതന്റെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ ഒരിക്കലും അമുസ്ലിമീങ്ങളോട് ശത്രുക്കളായി കാണാനോ ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറാനോ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആദ്യമായി ഒരു അമുസ്ലിമായ ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ തലപ്പാവൂരി ആ മയ്യത്തിനോട് ആദരവ് കാണിച്ചു കൊടുത്ത ഒരു പ്രവാചകനുണ്ടെങ്കിൽ, ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാമിലെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിനേക്കാളേറെ നജ്റാനിൽ നിന്നും വന്ന ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി ആരാധനക്ക് സ്ഥലമില്ലാതെ അവർ വിഷമിക്കുന്നത് കണ്ടപ്പോ മദീന പള്ളി തുറന്നുകൊടുത്ത് ആരാധനാ സ്വാതന്ത്ര്യം അനുവദിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊടുത്തൊരു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പോലും ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്, ലക്കും ദീനുക്കും വലിയ ദീൻ. അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മളുടെ മതം. ആ വാക്കിനെയാ ചിലര് ദുർവ്യാഖ്യാനം ചെയ്തത്. അവർക്ക് അവരുടെ മതം എന്ന് പറഞ്ഞാൽ അവരുടെ മതപരമായ ആഘോഷങ്ങൾ നടക്കട്ടെ, അവരാഘോഷിക്കട്ടെ. അവരുടെ മതത്തിന്റെ ഉള്ളിൽ നിന്ന് അവർക്ക് എന്തൊക്കെ ആഘോഷങ്ങളുണ്ടോ അവരത് ചെയ്യട്ടെ. മനുഷ്യ സൗഹാർദ്ദം നല്ലതാ. ഒരു അമുസ്ലിം റോഡരികിൽ പരിക്കേറ്റ് വീണാൽ അവനെ സംരക്ഷിക്കണം, അവനെ തോളിലേറ്റണം, അവന് ബ്ലഡ് കൊടുക്കണം. ലക്കും ദീനുക്കും വലിയ ദീൻ. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നിങ്ങളുടെ മതത്തിൽ ആഘോഷങ്ങളുണ്ടോ നിങ്ങൾ അത് ചെയ്തോളൂ. നിങ്ങളുടെ മതത്തിൽ എന്തൊക്കെ തിരുദൂതൻ പഠിപ്പിച്ചോ നമ്മൾ അത് ചെയ്തോളൂ. അതെങ്ങനെയാ വർഗീയതയാവുക? അതെങ്ങനെയാ ഒരു ശത്രുതയാവുക? അമ്പലങ്ങളിൽ പോകാൻ മാലയിട്ടവനോട് അതേ മഹത്വത്തോടെ പെരുമാറുന്നവനും പള്ളിയിലേക്ക് പോകാൻ വേണ്ടി സമ്മതം ചോദിക്കലും തലമറയ്ക്കലും
എങ്ങനെയാ രണ്ടും വർഗീയതയായി മാറുക? അവിടെയാണ് ചില വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ നിരീശ്വരവാദികൾ ഇസ്ലാമിനെ അടർത്തിയെടുത്ത് കൊഞ്ഞനം കുത്തിക്കുന്നത്. അതോടൊപ്പമുള്ള മറ്റൊരാരോപണമാണ്, ഇസ്ലാം മുസ്ലിമീങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് കണ്ടടത്ത് വെച്ച് കാഫിറിനെ അമുസ്ലിമിനെ കൊല്ലണം. ആ ഒരു വാക്ക് മാത്രം രേഖപ്പെടുത്തിയിട്ട് ചില ആളുകൾ പറയും, കണ്ടോ ഒരു അമുസ്ലിം അതല്ലെങ്കിൽ ഇസ്ലാമല്ലാത്ത ഒരാളെ കണ്ടാൽ മുസ്ലിങ്ങളോട് പറയുന്നത് അവിടെ വെച്ച് കൊല്ലണം എന്നാ. ഈ ഒരു ആയത്തിന്റെ നിർവചനം പോലും ഖുർആനിൽ നിന്ന് തെരയാത്ത ചില മുസ്ലിം ചെറുപ്പക്കാരും ഈ നിരീശ്വരവാദികളുടെ വായിൽ പെട്ടുപോയിട്ടുണ്ട്. ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണം യുദ്ധക്കളത്തിലാണ്. യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുമ്പോ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, വഖാതിലൂ ഫീ സബീലില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിനിറങ്ങണം. എപ്പോ ഇറങ്ങണം? എല്ലാ രാജ്യങ്ങളും വെട്ടിപ്പിടിക്കാൻ ഇറങ്ങണം എന്നല്ല. അല്ലദീന യുഖാതിലൂനകും, നിങ്ങളോട് അവർ യുദ്ധത്തിന് വന്നാൽ, നിങ്ങളോട് അവർ യുദ്ധത്തിന് വരികയും നിങ്ങളെ കൊല്ലാക്കൊല ചെയ്യാനും അവര് വരികയാണെങ്കിൽ അവരോട് നിങ്ങൾ തിരിച്ച് യുദ്ധത്തിനിറങ്ങണം. അങ്ങനെ യുദ്ധത്തിനിറങ്ങുമ്പോൾ എന്ത് ചെയ്യണം? വലാ തഅ്തദൂ, ഒരിക്കലും അതിര് കവിയരുത്. കുട്ടികളെ കൊല്ലരുത്, സ്ത്രീകളെ ബലാത്കാരം ചെയ്യരുത്, പുരുഷന്മാരായ വയസ്സന്മാരെ വൃദ്ധരായ ആളുകളെ നിങ്ങൾ ഒരിക്കലും നശിപ്പിക്കരുത്, അവരുടെ ഉപജീവനത്തിന്റെ കൃഷിയിടങ്ങൾ നശിപ്പിക്കരുത്, വൈദ്യുതി മുടക്കരുത്, വെള്ളം തടയരുത്, കിണറുകൾ മലിനമാക്കരുത്. ഇതൊക്കെ ഇസ്ലാമിന്റെ നിയമമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അങ്ങനെ അതിര് കടക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വഖ്തുലൂഹും, നിങ്ങൾക്കവരെ വധിക്കാം. ഹൈസു സഖിഫ്തുമൂഹും, അവരെ കണ്ടെടുത്ത് വെച്ച് നിങ്ങൾക്ക് ആ യുദ്ധക്കളത്തിൽ എവിടെയാണോ കാണുന്നത് അവിടെ വെച്ച് നിങ്ങൾക്ക് അവരുമായി എതിരിടാം, അവരെ വധിക്കുകയും ചെയ്യാം. അതിനർത്ഥം യുദ്ധം കഴിഞ്ഞിട്ട് പുറേ പോയി കൊല്ലരുത് എന്നാ. ഇതെല്ലാ ഏർപ്പാടും കഴിഞ്ഞ് പിന്നെ പുറേ പോയി കണക്ക് തീർക്കരുത് എന്നാ. ഏതൊരു യുദ്ധത്തിന്റെയും നിലപാടല്ലേ അത്? ലോകത്തേതൊക്കെ യുദ്ധങ്ങൾ നടന്നു, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല യുദ്ധം. BC-യിലും AC-യിലും ക്രൈസ്തവന്മാർക്ക് യുദ്ധം നടന്നു. അതിനേക്കാൾ ഏറെ ഹൈന്ദവ സഹോദരന്മാരുടെ രാമായണത്തിലും യുദ്ധം നടന്നു. അന്ന് ശത്രുക്കളെയൊക്കെ യുദ്ധക്കളത്തിൽ വെച്ച് നേർക്ക് നേരെ കിട്ടുമ്പോൾ ചുംബനം കൊടുത്തിട്ടല്ല അയച്ചത്. അവിടെ ഇസ്ലാമാവട്ടെ ലോകത്തേത് നിയമമാവട്ടെ, യുദ്ധക്കളത്തിൽ നിങ്ങൾ ശത്രുക്കളെ കണ്ടാൽ അവരെ നിങ്ങൾക്ക് അവിടെ വെച്ച് വധിക്കാം. അല്ലാതെ അവിടെ വെച്ച് നിങ്ങൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പിന്നെ പുറത്തുപോയി തല്ലിയാ മതി എന്നല്ല. ലോകത്തൊരു മതത്തിലും അത് കാണാനും സാധിക്കൂല. ഏത് യുദ്ധം പരിശോധിച്ചോ. പക്ഷെ ഇസ്ലാമിക യുദ്ധത്തിൽ അന്യായമായ കൊലപാതകങ്ങളില്ല, കുട്ടികളെ കൊന്നിട്ടില്ല, സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടില്ല, വൃദ്ധന്മാർ ഉപദ്രവിച്ചിട്ടില്ല, പൊതുമുതലുകൾ നശിപ്പിച്ചിട്ടില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂകും, നിങ്ങളെ പുറത്താക്കാനാണ് അവർ വന്നതെങ്കിൽ അവരെ നിങ്ങൾ പുറത്താക്കിക്കോ നാട്ടിൽ നിന്ന്. നിങ്ങൾ സംഘടിച്ചിട്ട് അവരെ പുറത്താക്കിക്കോ. കാരണം അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വരുന്ന അവരിനിയും നിങ്ങൾക്കിടയിൽ അഭയം കൊടുത്താൽ അവരാ നാടിനെ നശിപ്പിക്കും, അവരാ നാടിനെ കുട്ടിച്ചോറാക്കും. അൽ ഫിത്നതു, കുഴപ്പമുണ്ടാക്കൽ, അശദ്ദു മിനൽ ഖത്ൽ, കൊലപാതകത്തേക്കാൾ കഠിനമാണ്. അവരെ നിങ്ങൾ വിട്ടേച്ചു പോകുമ്പോൾ, നിങ്ങൾക്കിടയിൽ തന്നെ അവരെ നിങ്ങൾ വിട്ടേച്ചു പോകുമ്പോൾ അവരടങ്ങിയിരിക്കൂല, അവരഭിനയിക്കും നിങ്ങളെ കൂടെ ഉണ്ട് എന്ന്. പക്ഷെ ഉള്ളിൽ കൂടെ അവർ പണിയെടുത്തുകൊണ്ടിരിക്കും. ഇന്ന് രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടല്ലോ. ഏതൊക്കെ ചരിത്രത്തിൽ ഒരു രാജ്യത്തെ ഒറ്റിക്കൊടുത്തവരാരാ? അഭയം കൊടുത്ത് കൂടെ ചേർത്ത് ആ രാജ്യത്ത് പിടിക്കപ്പെട്ടിട്ടും അവർക്ക് ആ നിലക്കൊക്കെ ചെയ്തു കൊടുത്തിട്ടും പിന്നെ ഉള്ളിലിരുന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കി ഫിത്തിനുണ്ടാക്കുന്നവരെ നാട്ടിൽ വെച്ചേക്കരുത്, അവരെ നിങ്ങൾ പുറത്താക്കിക്കോ. നിങ്ങളെ പുറത്താക്കാൻ കാത്തിരുന്നവരായിരുന്നു അവർ. ഇത് യുദ്ധക്കളത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെട്ട ഈ ആയത്തിലെ വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും എന്നൊരു കോട്ടിങ്സ് മാത്രം എടുത്തിട്ട് ചില മുസ്ലിം നാമധാരികള് അതല്ലെങ്കിൽ അമുസ്ലിങ്ങൾ പറയും, കണ്ടോ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന് അതിന്റെ ശരിയായ സ്രോതസ് എന്ന് പഠിക്കുമ്പോ ഇത്ര മനോഹരമായ ഒരു മതം, ഇത്ര സ്നേഹ സമ്പന്നതയോടുകൂടി മനുഷ്യരോട് ഇടപെട്ട മതം ലോകത്ത് വേറല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുന്ന പലരും ഇസ്ലാമിനെ ശരിക്ക് പഠിക്കാൻ ഇറങ്ങുമ്പോ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായി മാറുന്നതും. ഇനിയും സ്വാധീനിച്ച ഒരുപാട് രംഗങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് വരാനിരിക്കുന്ന ഖുതുബയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആ പ്രവാചക സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന കോലത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ്. അത് ഈ മാസത്തിൽ തന്നെ അവതരിപ്പിച്ചു കൊടുത്താലും ഏത് മാസത്തിലാണെങ്കിലും അത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കേണ്ടതിനു പകരം കുറെ തോരണങ്ങൾ തൂക്കിയും രാത്രികാലം ആളുകൾ കൂട്ടം കൂടിയിരുന്ന് ടിഷൽ നൈറ്റ് സംഘടിപ്പിച്ചിട്ടും റോഡ് ബ്ലോക്ക് ആക്കിയിട്ടുമല്ല.
അത് പറയുമ്പം ചില ആളുകൾ ആക്ഷേപിക്കും, കുറ്റപ്പെടുത്തും, പ്രവാചക സ്നേഹം ഇല്ലാത്തവനായി മാറും. പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ഇനി നമ്മൾ അവതരിപ്പിക്കേണ്ടതും ലോകത്തിന്റെ ഹബീബ നബിത്തങ്ങളെ പരിചയപ്പെടുത്തേണ്ടതും ഈ ശരിയായ നിലപാടുകളിലൂടെയാണെങ്കിൽ, അതിന് ഓരോരുത്തരും ആരോഗ്യവും പള്ളിയും അവരെ സമ്പത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ശത്രുക്കളാൽ മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിലെ പല കാര്യങ്ങളെയും ആർജവത്തോടെ നമുക്ക് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റും. ഒരൊറ്റ ചെറുപ്പക്കാരനും ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇതീം പഠിച്ച് ഒരു മതവിരോധിയാവൂല. അതിനു പകരം ആളുകൾ ഇല്ലാത്തത് കെട്ടിച്ചേർത്ത് 10,000 പൊടിപൊടിച്ച് നശിപ്പിച്ചു കളയുമ്പോ അള്ളാന്റെ ഹബീബിനെ ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട മുതല നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു തിരിച്ചറിവെങ്കിലും എല്ലാവർക്കും ഉണ്ടാകണം. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവെ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവെ, ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവരുണ്ട് നാഥ. എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആഫിയത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ ഞങ്ങളിൽ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അള്ളാഹുവെ, പ്രവർത്തിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. അസുഖം ബാധിച്ച് അങ്ങേയറ്റം പ്രയാസപ്പെടുന്നവർ നാഥ, ഏറ്റവും എളുപ്പത്തിൽ ഹൈറായ അവസ്ഥയിലേക്ക് എത്തിക്കുകയും ദീർഘായുസ്സോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. ലോകത്തിന്റെ നാനാഭാഗത്ത് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദര വിശ്വാസികൾക്ക്, ഗസയിലടക്കമുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഏറ്റവും വലിയ സമാധാനവും സംരക്ഷണവും നൽകി ഓരോ ജനതയോടും നീ കാരുണ്യം കാണിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.